സൂസൻ ഓൺലൈൻ മ്യൂസിക്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പാട്ട് എഴുത്തൊക്കെ തുടങ്ങിയ 2009 ഒരു ദിവസം ഞാൻ രാത്രിയിൽ എന്നെ ഉറക്കത്തിൽ എന്നോട് ഹോളി സ്പിരിറ്റ് സംസാരിച്ചു, നാളെ നീ എഴുതുന്ന പാട്ടിൽ അമ്മയെന്ന് ചേർക്കണമെന്ന്. നാളെ ഞാൻ എഴുതുന്ന പാട്ടിൽ അമ്മയെന്ന് ചേർക്കണമെന്ന്. അപ്പോൾ എനിക്ക് തലേദിവസം ഒരു ഐഡിയ ഒന്നുമില്ല, ഇന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് പിറ്റേ ദിവസം ഒരു പാട്ട് എഴുതുക, അങ്ങനെയൊന്നും ഇല്ല. ഫാസ്റ്റ് ഫുഡ് പോലെ ഇങ്ങോട്ട് തരുന്നു, നമ്മൾ റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കുന്നു. ഓർഡർ അവിടെ നിന്ന് മേളിൽ നിന്ന് തരുന്നു, നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല. പിറ്റേ ദിവസം അപ്പോൾ അമ്മയെന്ന് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മ എന്നെപ്പോലെ തന്നെ പാട്ടിൻ്റെ ലോകത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു. അമ്മയും ചേച്ചിയും ഒക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് പാട്ടൊക്കെ അമ്മേനെ ക്ലാസിക്കൽ മ്യൂസിക് വരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയും എന്നെ എടുത്തുകൊണ്ട് നടന്ന് ചോറ് വാരിത്തന്ന് വളർത്തി എൻ്റെ ചേച്ചിയും കൊണ്ട് എനിക്ക് പാടിത്തന്നു. എന്തു പാടിത്തന്നു എന്ന് ചോദിച്ചാൽ, സംഗീതജ്ഞാനമോ ഭക്തി വിലാസൻ മാർഗേ ജനതേ മനസാ, സംഗീതജ്ഞാനമോ ഭക്തി വിലാസൻ മാർഗേ ജനതേ മനസാ, സംഗീതജ്ഞാനമോ. എന്തോ എന്നെ പറഞ്ഞതിൻ്റെ മീനിങ് എനിക്കവിടെല്ലാം നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതൊരു സെമി ക്ലാസിക്കലാണ്. അപ്പം ഭക്തിയുടെ വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടി നടക്കുന്നവർക്ക് മാത്രമേ സംഗീതത്തിൽ പ്രാവീണ്യം നേടാനും പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴും അങ്ങ് ഭക്തിയുടെ വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് മുന്നിൽ എന്തെല്ലാം മാർഗങ്ങളാണ്, ബാക്കി മാർഗങ്ങളുള്ളത് എപ്പോൾ പോകും? നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിവിധമായ വിഷയങ്ങളാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഭക്തിയുടെയും വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടെ നടക്കാൻ കഴിയല്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഞാനും ആൾക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അപ്പം നമ്മൾക്ക് അപ്പോൾ എനിക്കതിൻ്റെ ഐഡിയ ഒന്നുമില്ല. ഞാൻ പിറ്റേ ദിവസം എൻ്റെ ജീവിതമാകുന്ന കണക്ക് പുസ്തകത്തിലെ ചില ഏടുകൾ ഞാനൊരു സോങ് ആക്കി എന്ന് പറയാം. അതിനകത്ത് അമ്മയെന്ന് ചേർത്തു. അപ്പോൾ ഇതൊരു വലിയൊരു 6-7 സ്റ്റാൻസ ഉള്ളൊരു സോങ്ങാണ്. ഇതിൻ്റെ ഓരോ സ്റ്റാൻസ പാടിക്കഴിഞ്ഞതിൻ്റെ പല്ലവിയൊന്നും എടുത്ത് പാടാൻ പറ്റില്ല. വെറുതെ ഒരു ഒഴുക്കിന് ഇങ്ങനെ അങ്ങ് പാടി അങ്ങ് പോകാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം. ഒരു സ്വർണ്ണഗീതം, ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം, ശലോമോൻ്റെ ഒരു സ്വർണ്ണഗീതം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളിൽ കാണാം. എന്ന് പറഞ്ഞ പോലെ ഒരു സ്വർണ്ണഗീതമാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടി പാടുന്നു സൂസൻ ഉള്ളന്നൂർ. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം, എൻ മനസ്സിൻ മണി വീണ മുഴക്കി. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം, എൻ മനസ്സിൻ മണി വീണ മുഴക്കി. ആരാരും പാടാത്ത സ്വർണ്ണഗീതം, ആരാരും പാടാത്ത സ്വർണ്ണഗീതം, എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം, എൻ പ്രിയനു മാത്രമായി പാടാം. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം, എൻ മനസ്സിൻ മണി വീണ മുഴക്കി. എൻ ബാല്യത്തിൽ ഞാനൊരു കുഞ്ഞുമാലായി പാറിപ്പറന്നു നടന്ന കാലം. എൻ ബാല്യത്തിൽ ഞാനൊരു കുഞ്ഞുമാലായി പാറിപ്പറന്നു നടന്ന കാലം. ആരാര് കുറിച്ച പാട്ടുകൾ പാടി ഞാൻ 1000 സമ്മാനം വാരിക്കൂട്ടി. അന്നെൻ്റെ മാതാവോദിയതാം നിൻ സാരോപദേശങ്ങൾ, നിൻ സത്യവചനങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നു. ഇന്നു നീ വന്നെന്നെ തൊട്ടു വിളിച്ചു. അന്നെന്നിൽ ഉറങ്ങാത സാരോപദേശങ്ങൾ അരുണാകിരണങ്ങളായി ഇന്നെൻ്റെ ഉള്ളിന്ന് പ്രേമിക്കുമ്പോൾ ഇന്നു ഞാൻ എങ്ങനെ പാടാതിരിക്കും? ഇന്നു നിനക്കായി പാടുന്നെനിക്കായി നീ എന്തു സമ്മാനം നൽകും പ്രിയ? സ്വർഗീയ തോട്ടത്തിലൊരു നറുപുഷ്പമായി എന്നെ നീ നട്ടു എൻ തോട്ടക്കാരാ. മാനവൻ നൽകുന്ന സമ്മാനം വാങ്ങാൻ ഇന്നെൻ മനസ്സിന് മോഹമില്ല. മാനവൻ നൽകുന്ന സമ്മാനമില്ല, കറുകതൻ നിറുകയിൽ ഹിമഗണം പോലെ നീ തന്ന അവസാന ശ്വാസം
ഈ കൈത്തിരി എരിഞ്ഞടങ്ങുവോളം എൻ വീണ കമ്പീതൻ തന്ത്രികൾ ശ്രുതിമിട്ട് നിന്നെ വാഴ്ത്തി പാടിയിടും ഞാൻ. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം എൻ മനസ്സിൻ മണി വീണ മുഴക്കി. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം എൻ മനസ്സിൻ മണി വീണ മുഴക്കി. ആരാരും പാടാത്ത സ്വർണ്ണഗീതം, ആരാരും പാടാത്ത സ്വർണ്ണഗീതം എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം. എൻ പ്രിയനു മാത്രമായി പാടാം. എൻ പ്രിയനായി ഇനിയും ഞാൻ പാടാം എൻ മനസ്സിൻ മണി വീണ മുഴക്കി. താങ്ക് യു.